എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മസ്ജിദുകളുടെയും അടിയിൽ ക്ഷേത്രം തപ്പിയാൽ, താങ്കളൊരു എന്താ പറയുന്നത്, പലപ്പോഴും പറയാറുള്ളതാണ്, ഒരു ഒരു ഹിന്ദുമത വിശ്വാസിയാണ്, അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിന്റെ അതിനുവേണ്ടി വാദിക്കുന്ന ഒരാളാണ് എന്ന് പറയാറുണ്ട്. ഒപ്പം ഗാന്ധിയൻ ആദർശങ്ങൾ ഇഷ്ടമാണെന്നും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് ഞാൻ ചോദിക്കുക, ഇങ്ങനെ എല്ലാ പള്ളികളുടെ അടിയിലും ക്ഷേത്രം തപ്പിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി, അല്ലെ എങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ പോക്ക്? അനിൽജി, ആദ്യം തന്നെ ഏറ്റവും പ്രസക്തമായ കാര്യം, അനിൽജി തന്നെ ഒരു 3 ദിവസം മുമ്പ് ചെയ്ത വീഡിയോ പോലെ വെറുതെ മനുഷ്യരെ തമ്മി തല്ലിച്ചു കൊല്ലുന്നു. അങ്ങയുടെ ആ തമ്പനയിൽ ഞാൻ എഴുതിയ ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഇതിന്റെ ക്രക്സ്. അതായത് ഇപ്പൊ ഇലക്ഷൻ വരുന്നില്ല, മഹാരാഷ്ട്ര ഇലക്ഷൻ തീർന്നു, ജാർഖണ്ഡ് ഇലക്ഷൻ തീർന്നു, യു-പിയിൽ തൽക്കാലം യോഗി സ്റ്റേബിൾ ആയിട്ട് ഭരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നത് ആരാ? അങ്ങ് ഇനിയും വ്യക്തിപരമായി അങ്ങയുടെ ഓഡിയൻസിനോട് കൂടി എനിക്ക് വ്യക്തിപരമായി അറിയുന്നവരാ. അതായത് ഈ വിഷ്ണു എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ മുമ്പ് കൊടുത്ത നമ്മുടെ വിഷ്ണു ജെയിൻ, ഹരിശങ്കർ ജെയിനും വിഷ്ണു ജെയിനും, അവരാണ് ഈ ശംഭാൾ പള്ളിയുടെ ഇതിന്റെ കേസ് കൊടുത്തത്. മറ്റേ നമ്മുടെ അജ്മേർ ദർഗയുടെ പേരിലാണ് നമ്മുടെ വിഷ്ണു അടക്കമുള്ള കേസ് കൊടുത്തത്. ഇവരൊക്കെ വ്യക്തിപരമായി എനിക്ക് അറിയുന്നതും ഫോൺ നമ്പർ ഉള്ളതും എന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നതും ശബരിമല കേസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതുമാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ അവരോട് പറഞ്ഞു, അത് വേണ്ട, നിങ്ങളുടെ എല്ലാ പറഞ്ഞ മനസ്സിന് നന്ദി, പക്ഷെ എനിക്ക് അവരുടെ ഉദ്ദേശം അറിയാം, അതുകൊണ്ടാണ്. ഇപ്പൊ ഇത് മാത്രമല്ല, തമിഴ്നാട്ടിൽ നമ്മുടെ ഹിന്ദു മക്കൾ കക്ഷിയുണ്ട്. അവർ ഞങ്ങളോട് വന്ന് പറഞ്ഞു, നമുക്ക് വാവര് പള്ളിയിൽ സ്ത്രീകളുമായിട്ട് കയറാം, അങ്ങനെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. അതായത് നമ്മുടെ എരിവേലിയിലെ പള്ളി. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്താ ഗുണം? ഞാൻ പറഞ്ഞു, ഞാനൊരു മതസൗഹാർദ്ദവാദിയാണ്, നമുക്കത് മാറ്റിവെക്കാം. ഞാനൊരു ഗാന്ധിയനാണ്, മതസൗഹാർദ്ദവാദിയാണ്, മാറ്റിവെക്കാം. അയ്യപ്പനെയും അവരെ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് എരുമേലി പള്ളിയുടെ ഉള്ളിൽ കയറി പ്രശ്നം ചെയ്തുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ നാട്ടിൽ അമ്പലം പള്ളി അമ്പലം ബുദ്ധവിഹാരം അമ്പലമായി, അല്ലെങ്കിൽ അമ്പലം ബുദ്ധവിഹാരമായി, അങ്ങനെ 1 or 2 അല്ലെങ്കിൽ വളരെ ചെറിയ ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണും. പക്ഷേ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ബുദ്ധവിഹാരമാണെങ്കിലും അതിന്റെ എല്ലാം അടിയിൽ ഇന്ത്യയുടെ മണ്ണാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യത്വപരമായി നമുക്കിത് ഡീൽ ചെയ്യണം. ഇനി അടുത്ത പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അനിൽജി ഒരുപക്ഷെ പൂർണ്ണമായി ഇതിനോട് യോജിക്കില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് മുമ്പ് മഹിതം മലപ്പുറം എന്ന പരിപാടിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മലപ്പുറത്തോടുള്ള ദേഷ്യം മാത്രമല്ല മലപ്പുറത്തോടുള്ള ദേഷ്യത്തിന്റെ പിന്നിൽ ഇസ്ലാമോഫോബിയാണ്. ഈ പള്ളികളെ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം ഇസ്ലാമോഫോബിയ. ഇതെല്ലാം വരുന്നത് ഉള്ളിൽ കിടക്കുന്ന ഒരു വിഷത്തിൽ നിന്നാണ്. ആ വിഷം ഉണ്ടാകുന്നത് ഒരു ശൂന്യതയിൽ നിന്നാണ്. ഓരോ മുസ്ലിം പള്ളി കാണുമ്പോഴും അതിന്റെ അടിയിൽ ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയുന്നവൻ ഒരു മനോരോഗിയാണ്, അവൻ ഒരു നാഗവല്ലിയാണ്. ആ നാഗവല്ലി ബാധയാണ്. ഈ ബാധ എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട്. ബാധ എന്ന് പറഞ്ഞ ഒരു പൊസഷൻ. ഈ പൊസഷന്റെ ഉള്ളിൽ നിന്നാണ് അവരിത് പറയുന്നത്. ഇതിന്റെ നേരെ ഇത് കാണുന്ന ഹിന്ദുക്കളുണ്ടെങ്കിൽ അറിയണം, ഇതിന്റെ നേരെ മറുഭാഗമാണ് പല കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷക്കാർ പറയുന്നത് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും താഴെ ബുദ്ധക്ഷേത്രങ്ങളാണ്. അതായത് അടിസ്ഥാനപരമായി അമ്പലത്തെയും പള്ളിയൊക്കെ ഒന്ന് താഴ്ത്തി കാണിക്കാൻ, നിന്റെ സ്ഥലം നിന്റേതല്ലെന്ന് പറയാൻ, നിനക്ക് സ്വന്തമായി സ്വത്വം ഇല്ലെന്ന് പറയാൻ നമ്മൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും നമ്മുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിലുമുള്ള തീവ്ര സ്വരക്കാർ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണിത്. ഇനി 2 കാര്യം കൂടെ ശ്രദ്ധിക്കണം. സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദരിക്കുന്ന ഒരു ദർഗയാണ് അജ്മേർ ദർഗ. അതായത് ലോകാരാധ്യമാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടി എന്ന് പറയുന്ന ഒരു സൂഫി വര്യന്റെ, 13ാം നൂറ്റാണ്ടിലുള്ള ഏറ്റവും വലിയ സൂഫി വര്യന്റെയാണ്. നമ്മുടെ ഋത്തിക് റോഷന്റെ പാട്ടുകളൊക്കെ ആ സിനിമയെ കുറിച്ചുണ്ട്, ഖ്വാജ മേരി ഖ്വാജ എന്നൊക്കെ പറയുന്ന. പ്രധാനമന്ത്രി അവിടേക്ക് സിൽക്ക് കൊടുത്ത് അയക്കുന്നതാണ്. അങ്ങനെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിനാണ് RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത്, എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ഹിന്ദു ക്ഷേത്രം അന്വേഷിക്കേണ്ട. പക്ഷെ ഇത് അന്വേഷിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യമാണ് ഞാനൊരു 30 സെക്കൻഡ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അന്വേഷിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു സത്സംഗത്തിന്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ശനിയാഴ്ച ഇല്ലാത്തത് കാരണം വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പുലയനെ, പറയനെ, നമ്പൂതിരിയെ, ആദിവാസിയെ, അമ്പലവാസിയെ അല്ലെങ്കിൽ വെള്ളാളനെ, ഇവരെ യോജിപ്പിക്കാനായി നമ്മുടെ സ്ഥലം അവർ തട്ടിക്കൊണ്ടുപോയി. നമ്മൾ ഇനിയും തിരിച്ചെടുക്കണം. നമ്മുടെ സ്ത്രീകളെ ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇവര് നാർക്കോട്ടിക് ജിഹാദ് ചെയ്യുന്നു, തുള്ളിമരുന്ന് ജിഹാദ് ചെയ്യുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. ഇത് കള്ളമാണെന്ന് പറയുന്നവനും അറിയാം, കേൾക്കുന്നവനും അറിയാം, ജയ് വിളിക്കുന്നവനും അറിയാം. അതാണ് ഇതിന്റെ തമാശ. ഇത് പറയുന്നത് കള്ളമാണെന്ന് പറയുന്നവനറിയാം, കേൾക്കുന്നവനറിയാം, അവിടെ ജയ് വിളിക്കുന്നവനും അറിയാം. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ വെച്ച് ഞാൻ ഉദാഹരണം പറയാം. ഇത് അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമിക്കണം. നമ്മുടെ PC ജോർജ് സാർ എന്നെയൊക്കെ വളരെ സഹായിച്ചിട്ടുള്ളതാണ്. ശബരിമല പ്രക്ഷോഭത്തിന് ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ്. PC ജോർജ് സാറ് തുള്ളിമരുന്ന് നമ്മൾക്ക് തരുന്നു എന്ന് പറയുന്നത് ജോർജ് സാർ പോലും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഷോൺ വിശ്വസിക്കില്ല. അപ്പൊ ഇത് പറയുന്നത് എന്തിനാ? കാര്യം അങ്ങനെ ഒരു തുള്ളിമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല.
ബാക്കിയെല്ലാം പോസിബിലിറ്റി ആണല്ലോ. അതായത് ബാക്കിയെല്ലാം അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ നിറച്ചു കയറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ചിലപ്പോ കോമൺ ആയ ആൾക്കാർ വിചാരിക്കും അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു തുള്ളി മരുന്ന് ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്യൂ റെസ്പെക്ട് ക്വാണ്ടം ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകും. അപ്പം ഇത് പറയുന്നതിന്റെ പിന്നിൽ എന്താ? മുസ്ലിമിന്റെ കടയിൽ നിന്ന് ആഹാരം കഴിക്കരുത്, അല്ലെങ്കിൽ അവരോടൊരു വിപ്രതിപത്തി കാണിക്കണം. ഞാൻ എന്നും, അതായത് ഞാൻ ടെക്നോ പാർക്കിൽ എപ്പോൾ ഇരിക്കുന്നത്, ഞങ്ങൾ എന്നും ഇപ്പം നമ്മൾ സ്ഥിരം കഴിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്ന കടയിൽ നിന്നാണ്. നിങ്ങൾ കരി ഏറ്റവും നല്ല ചായ എവിടെയാ? അതിന് മുസ്ലിം ഒന്നും അല്ല, ഏറ്റവും നല്ല ചായ ഏറ്റവും നല്ല വട അവിടെ കിട്ടുന്നത് അവിടെ നിന്നാ സ്ഥിരം പോയി കഴിക്കുന്നത്. മലബാർ കടയെന്നോ അങ്ങനെ എന്തോ അതിന്റെ പേര്. ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് ടീമിൽ അവർ കളിക്കുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നതിന്റെ റീസൺ ഇത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അങ്ങയുടെ അടുത്ത ചോദ്യത്തിലേക്ക്, ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഇടയിൽ ഒരു വഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? മറുഭാഗത്തൊരു ശത്രു നിനക്കുണ്ടെന്നും അവൻ ഇപ്പൊ ആക്രമിക്കാൻ വരികയാണെന്നും നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ അവൻ ഇതെല്ലാം തട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ആൾക്കാരുടെ ഉള്ളിലെ സെക്ഷുവൽ ജലസി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലവ് ജിഹാദ് പറയുന്നത്. ആൾക്കാരുടെ ഉള്ളിലെ സ്ഥലത്തോടുള്ള ഒരു ഇമോഷൻ ഉണ്ട്. നമ്മളെല്ലാം മണ്ണിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ മണ്ണ് തട്ടിക്കൊണ്ടു പറയാനാണ് ലാൻഡ് ജിഹാദ് പറയുന്നത്. അവനോട് അവന്റെ ബിസിനസ്സിനോട്, മുസ്ലിങ്ങൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തിയാണ് ജീവിക്കുന്നത്, അവന്റെ റെസ്റ്റോറന്റിനോട്, അവന്റെ തട്ടുകടകളോട്, അവന്റെ ഫുഡിനോട് ഒരു ദേഷ്യം തോന്നാനാണ് തുപ്പൽ ജിഹാദ് പറയുന്നത്. അവനൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയാനാണ് ഹലാൽ ജിഹാദ് പറയുന്നത്. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാണവും മാനവും ഇല്ലാതെ വാവരല്ല വാബുരനാണെന്ന് പറയും. ഈ അയ്യപ്പന് വേണ്ടി, അതായത് മുസ്ലിങ്ങൾക്ക് എപ്പോഴും വാവർ അത്ര പ്രധാനമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്കാണ് പ്രധാനം. അതായത് ഞങ്ങൾക്ക് വേണ്ടി അല്ല, അതിലേക്ക് ഞാൻ ഇപ്പൊ താങ്കൾ ആ ചോദ്യത്തിന് ഉത്തരം ഫിനിഷ് ചെയ്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. പൊതുവിൽ ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കുറച്ച് ഈ ദളിത് പക്ഷത്ത് നിന്ന് എഴുതുന്ന എഴുത്തുകാർ പറയുന്നത്, അവരിതിനെ BJP എന്നോ സംഘപരിവാർ എന്നോ പറയുന്നതിനേക്കാൾ ഇതൊരു ബ്രാഹ്മണ്യത്തിന്റെ ആക്രമണമാണ്, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്നത് ഒരു ബ്രാഹ്മണ്യമാണ്, അവരാണ് ഈ പറയുന്ന ബാക്കിയുള്ളവരിൽ നിന്ന് ഇത് തട്ടിക്കൊണ്ടുപോയി ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യം ബ്രാഹ്മണാധിഷ്ഠിതമായ ഒരു സമൂഹമാണ്. എത്രത്തോളം ശരിയാണ്? പാർഷ്യലി റൈറ്റ് ആണ്, അവർ പാർഷ്യലി റൈറ്റ് ആണ്. കാര്യം ഇത് അംബേദ്കർജി അടക്കം പറയുന്നുണ്ട്. ബ്രാഹ്മണ്യം എന്നുള്ള വാക്കല്ല അതിന് ശരി, ബ്രാഹ്മണിക്കൽ എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ കാര്യത്തിലാണ് പ്രധാന വിയോജിപ്പ്. അതായത് ഇസ്ലാം പരിശുദ്ധമായ ഒരു മതമാണ്, ഇസ്ലാമിസം ഒരു പൊളിറ്റിക്കൽ ധാരയാണ് നമ്മൾ പറയാറ്. ഹിന്ദു പവിത്രമായ ഒരു മതമാണ്. ഹിന്ദുത്വ എന്നുള്ളത് നിരീശ്വരവാദ ഐഡിയോളജി കൂടെയാണ്. ഓർക്കണം, ഈശ്വരവിശ്വാസം പോലും അതിലില്ല. അതായത് ദൈവവിശ്വാസമില്ലാത്ത, ശ്രീരാമനിൽ വിശ്വാസമില്ലാത്ത, പശുവിനെ ഇഷ്ടമല്ലാത്ത നിരീശ്വരവാദ ഐഡിയോളജിയാണ് ഹിന്ദുത്വം. നമ്മുടെ വീര സവർക്കർജിയൊക്കെയാണ് അത് പ്രചരിപ്പിച്ചത്. ബംഗാളിലെ ഒരു ബോസ് എന്ന് പറയുന്ന ആളാണ്, നേതാജി അല്ല, വേറൊരു ബോസാണ് ആദ്യം ഈ അതിന്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹമാണ് ഈ ഹിന്ദുത്വം എന്നുള്ള വാക്ക് കോയിൻ ചെയ്യുന്നത്. പക്ഷെ പോപ്പുലറൈസ് ചെയ്യുന്നത് നമ്മുടെ സവർക്കറാണ്. സവർക്കർ ഈശ്വരവിശ്വാസിയല്ല. പശുവിനെ കുറിച്ച് സവർക്കർ കളിയാക്കി പറയുന്നുണ്ട്, ഈ പശുവിന്റെ കാലിലാണോ നിങ്ങൾ ഹിന്ദുവാസത്തെ നിൽക്കാൻ നോക്കുന്നത്? എന്നാൽ നേരെ മറിച്ച് രാമഭക്തനായ ഹിന്ദു വിശ്വാസിയായ പശുക്കളുടെ പേരിലാണ് ഞാൻ ആശ്രമം മേടിക്കുന്നതെന്ന് പറയുന്ന മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥ ഹിന്ദു. സവർക്കർ ഹിന്ദുത്വവാദിയാണ്. സവർക്കറിനെക്കാട്ടി തീവ്ര ലൈനുള്ള ഒരാളാണ് GD സവർക്കർ, ഗണേഷ് ദാമോദർ സവർക്കർ. പുള്ളിയാണ് ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരനുമാണ് നമ്മുടെ ശത്രുക്കളെന്ന് മറ്റേ പുസ്തകം എഴുതിയത്. അതിന്റെ അബ്രിഡ്ജ് ഫോം ആണ് ഗുരുജി ഗോൾവൽക്കറിന്റെ വി അവർ നേഷൻ ഡിഫൈൻഡ് വിചാരധാരയിലൊക്കെ വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഞാൻ ബ്രാഹ്മണനായത് അഭിമാനിക്കുന്ന വ്യക്തിയാണ്, ബ്രാഹ്മണ്യം ഏറ്റവും പവിത്രമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾ, ബ്രാഹ്മണിക്കൽ തീവ്രവാദികൾ, ഗോഡ്സേമാർ, നാരായണ ആപ്തേമാർ, ഗാന്ധിജിയെ കൊന്നവർ, ഇവരാഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമുദായങ്ങളോടൊരു അപരവിദ്വേഷം ഉണ്ടാക്കി, വിശിഷ്യ മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികളോട് ദേഷ്യമുണ്ടാക്കി ഹിന്ദുക്കളെ കൺസോളിഡേറ്റ് ചെയ്യാനാണ്. അതിനൊരു റീസൺ കൂടിയുണ്ട്. ആ റീസൺ അറിഞ്ഞിരിക്കണം. ഞങ്ങൾ ബ്രാഹ്മണർ കേരളത്തിൽ 1% കാണും, ചിലപ്പോൾ മാക്സിമം 3%. ഞങ്ങൾ വെളിയിൽ പറയുമ്പോൾ 3 പറയും, ശരിക്കും പറഞ്ഞാൽ 1.5% ഉള്ളൂ. സത്യം. ഇന്ത്യയിൽ എല്ലാം കൂടി ഒരു 5% കാണും, കൂടി വന്നാൽ 7% കാണും. സവർണ ഹിന്ദുക്കൾ എല്ലാം കൂടി ഒരു 15% പോട്ടെ, മാക്സിമം 20% കാണും. നമ്മൾ ജാതിയുടെ കണക്ക് 1931 അവസാന സെൻസസോടുകൂടി നിർത്തി. പക്ഷെ ഇതാണ് എസ്റ്റിമേറ്റ്സ്. അപ്പോ ഈ ബ്രാഹ്മണ സമുദായത്തിന് ജനസംഖ്യാപരമായി വളരെ കുറവാണെന്ന് ഒരു തോന്നലുള്ളത് കൊണ്ട് ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദികൾ ഈ ഹിന്ദു അമ്പർല ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപരമത വിദ്വേഷം ഉണ്ടാക്കുന്നത്. ഇത് അംബേദ്കറൊക്കെ പ്രീ ഇൻഡിപെൻഡൻസി പറയുന്നുണ്ട്. അതായത് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു ജാതികളെ ഒരു ഹിന്ദു ബോധമുണ്ടാക്കി, ഹിന്ദുത്വ ബോധമുണ്ടാക്കി ഒന്നിപ്പിക്കാൻ മറുഭാഗത്തൊരു മുസ്ലിം ശത്രുവിനെ പ്രതിഷ്ഠിക്കുകയാണ് എന്ന്. ഗാന്ധിജിയും ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. പക്ഷെ ഗാന്ധിജിയുടെ നന്മയിലടിസ്ഥിതമായ ഹിന്ദു ഐക്യമാണ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ അടിസ്ഥിതമായ ഹിന്ദു ഐക്യമാണ്, വിശ്വമാനവികതയിൽ അടിസ്ഥിതമായ ഹിന്ദു ഐക്യമാണ്.
ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ പറ്റുന്നത്? ഞാൻ പലപ്പോഴും വെളിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഗാന്ധിജിയേക്കാൾ മതേതരവാദിയായിരുന്ന മുഹമ്മദ് അലി ജിന്ന, അതായത് ഗാന്ധിജി ആവശ്യമില്ലാതെ മുസ്ലിം വിശ്വാസികളെ കൂടെ നിർത്തുകയാണെന്നും ഖിലാഫത്ത് സമരത്തെ അനുകൂലിക്കാത്ത മുഹമ്മദ് അലി ജിന്നെ അടക്കമുള്ള മതേതരവാദികളായ മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹം യാതൊരു ഇസ്ലാമിക് ബിലീഫും വിശ്വസിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ജീവിതം അറിയാം, മദ്യപിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ജിന്നെ അടക്കം പറഞ്ഞു പ്രകോപിപ്പിക്കുന്നത് ഒരു സൈഡിൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് ആണെങ്കിൽ മറു സൈഡിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്. ആ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ് ഇന്നും ഉള്ളത്. അപ്പൊ അതിന്റെ പശ്ചാത്തലം, എന്റെ ഏക പോയിന്റ് BJPയും RSSും അല്ല, അതിനേക്കാൾ ഡീപ്പാണ്. BJP RSSനോ കുറ്റം പറഞ്ഞാൽ ആവശ്യം സോൾവ് ആവില്ല. ഇപ്പൊ ഉദാഹരണം, സർസംഘ് ചാലക് പറഞ്ഞു എല്ലാ പള്ളിയുടെയും താഴെ ശിവലിംഗം അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു സ്പേസ് ആണ്, ഇതൊരു ശൂന്യതയാണ്. ഈ ശൂന്യതയിൽ നിന്ന് ആൾക്കാർ, ഇപ്പൊ അയ്യപ്പൻ സാക്ഷാൽ ദൈവം, സർസംഘ് ചാലക് പോട്ട മനുഷ്യനാണ്, നരേന്ദ്രമോദി പോട്ട മനുഷ്യനാണ്, പ്രധാനമന്ത്രി മാത്രമാണ്. സാക്ഷാൽ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, അവതാര പുരുഷമെന്ന് വിശ്വസിക്കുന്ന അയ്യപ്പന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് വാവർ. ആ വാവരല്ലെന്നും വാവർ യഥാർത്ഥത്തിൽ മോശക്കാരനാണെന്നും അല്ലെങ്കിൽ വാപുരനാണെന്നും ഒക്കെ പറയുന്നത് ദൈവം തന്നെയാണ്. പക്ഷെ ഇത് ചെയ്യുന്നവന്റെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. അതുകൂടെ പറയുമ്പോഴേ കറക്റ്റ് ആവും. ഹിന്ദുക്കളുടെ കോറായി കിടക്കുന്ന തെറ്റിദ്ധാരണ മുസ്ലിങ്ങൾ കൂടുതൽ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ കാരണം കണക്കുള്ളതല്ലേ. അതായത് ഒരു വർഷം എത്ര കുട്ടികൾ ജനിക്കുന്നു എന്ന് പിണറായി സർക്കാരിനും കണക്കുള്ളതാണ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഓക്കെയും ഹെൽത്തിയുമാണ്. 2.3 to 2.7 ആണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് ഒരു ഉമ്മയുടെ വയറ്റിലോ അമ്മയുടെ വയറ്റിലോ അമ്മച്ചിയുടെ വയറ്റിലോ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം 2.3 to 2.7. ഇത് ഹെൽത്തിയും നോർമലുമാണ്, ഇത് നീഡഡുമാണ്. പക്ഷേ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.3 to 1.5 ആണ്. ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.5 to 1.7 ആണ്. ഇതിൽ തന്നെ സവർണ ഹിന്ദുക്കളുടെ പ്രത്യേകം തിരിച്ചുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ല, പക്ഷെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 1.1 to 1.3 ആണ്. ഇത് മനസ്സിൽ കിടന്ന് ഉള്ളിൽ കിടന്ന് തികട്ടിയാണ് ബാക്കി കള്ളങ്ങളെല്ലാം പറയുന്നത്. ഈ കള്ളത്തിന്റെ പേരിലാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഈ കള്ളത്തിന്റെ പേരിലാണ് നമ്മൾ നാളെ ഇല്ലാതാകുമെന്ന് പറയുന്നത്. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത്. RSSന്റെ സർസംഘ് ചാലക്, അതായത് RSS BJPയിലെ ഏറ്റവും പ്രധാന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്നേ വരെയുള്ള RSSന്റെയും BJPയുടെയും ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയൊക്കെ ഒരു 5ാം സ്ഥാനമേ വരും. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് ഗുരുജി ഗോൾവൽക്കർ എന്നാണ്. അതായത് ഈ സംഘടന തുടങ്ങുന്നത് ഡോക്ടർ ഹെഡ്ഗേവാർ ആണ്. പക്ഷെ ഹെഡ്ഗേവാറിന് ശേഷം RSSനെ ശരിക്കും ഫ്ലറിഷ് ചെയ്യിപ്പിക്കുന്നതും വളർത്തുന്നതും ഗുരുജി ഗോൾവൽക്കർ ആണ്. മാധവ് സദാശിവ് ഗോൾവൽക്കർ 33 വർഷമാണ് RSSനെ നയിക്കുന്നത്. പുള്ളി ആദ്യ കാലത്ത് ഒരു തീവ്ര സ്വരക്കാരനാണ്. പുള്ളി ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളാണെന്നൊക്കെ എഴുതി വെച്ച പുസ്തകം പുള്ളിക്കും ഉണ്ട്. പക്ഷേ പുള്ളി പിന്നീടുള്ള കാലത്ത് ഒരു മൃദുഭാഷിയായിട്ടോ ഗാന്ധിയനായിട്ടോ സോഫ്റ്റ് റൈറ്റ് ആയിട്ടോ മാറുകയും ഗുരുജി ഗോൾവൽക്കർ RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയ KR മൽക്കാനി, പുള്ളി ഓർഗനൈസറിന്റെ എഡിറ്റർ ആയിരുന്നു, പിന്നെ മദർലാൻഡിന്റെ എഡിറ്റർ ആയിരുന്നു, പാഞ്ചജന്യയുടെ എഡിറ്റർ ആയിരുന്നു. പുള്ളിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട്, ഇത് ഓരോ BJPക്കാരനും RSSകാരനും കേൾക്കണം, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് യൂണിഫോം സിവിൽ കോഡ് അല്ല, ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. ഞങ്ങളുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, അവർക്ക് മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവരുടെ കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഇത് നശിപ്പിക്കും. കാരണം ഒരു രാജ്യത്തിന് വേണ്ടത് യൂണിറ്റിയാണ്, യൂണിഫോർമിറ്റി അല്ല. ഒരു രാജ്യത്തിന് വേണ്ടത് ഐക്യമാണ്, ഏകത അല്ല. ഒരു രാജ്യത്തിന് ഏകശിലാത്മകത വേണ്ട, പരസ്പരം യോജിപ്പാണ് വേണ്ടത്. ഇത് രാഹുൽ ഈശ്വറിന്റെ കണ്ടെത്തലല്ല, പക്ഷേ സാക്ഷാൽ ഗുരുജി ഗോൾവൽക്കറുടെ നിലപാടാണ്. ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ് KR മൽക്കാനി. KR മൽക്കാനി എന്നിട്ട് ഗുരുജിയോട് ചോദിക്കുന്നു, ഗുരുജി അയ്യോ നമ്മുടെ ഭരണഘടനയിലൊക്കെ യൂണിഫോം സിവിൽ കോഡ് ഇല്ലേ? ഗുരുജി പറയുന്നുണ്ട്, ഭരണഘടനയിലൊക്കെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകാം, നമ്മൾ പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തതിന്റെ ഭാഗമായിട്ട് വിട്ടുന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നുമല്ല നമുക്ക് വേണ്ടത്, യോജിപ്പും സാഹോദര്യവുമാണ്. എന്നിട്ട് ഗുരുജി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യേ രാഷ്ട്രോം കെ വിനാശ് കെ കാരൻ ഹെ. അതായത് ഈ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ്. അതാണ് രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമ്മുടെ BJPയിലെ പല സുഹൃത്തുക്കളും കൊണ്ടു നടക്കുന്നത്. ഇത് എന്തുകൊണ്ട് കൊണ്ടു നടക്കുന്നു? കാരണം അവർക്കൊന്ന് ഗുരുജിയുടെ നിലപാട് അറിയില്ല, 2 ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്വത്വബോധമില്ല. ഈ പറയുന്നതേ കേൾക്കുന്നവരൊന്നും ഇങ്ങനെ നിലപാടുള്ള ഒരു തെറ്റുകാരാണെന്നോ മോശക്കാരാണെന്നോ അല്ല. ഞാൻ യൂണിഫോം സിവിൽ കോഡ് ശരിയാണെന്ന് ഒരുപാട് വർഷങ്ങളിൽ വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഗുരുജി ഗോൾവൽക്കറിനെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, ആ നിലപാട് തെറ്റാണ്, അത് അടിസ്ഥാനപരമായ തെറ്റാണ്.
ഇത് പലപ്പോഴും നമ്മുടെ മുസ്ലിം സംഘടനയിലെ പലർക്കും മനസ്സിലാവില്ല. ഇപ്പം OICG അദ്ദേഹമായിട്ട് പല ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. ഞാനും പുള്ളിയും കൂടെ ചർച്ച ചെയ്യുന്നു. പുള്ളി കുറച്ച് എന്നെ ഒരു മോഡറേറ്റായി കാണുന്നതുകൊണ്ടായിരിക്കാം എന്നോട് പുള്ളി പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡിനെ ഞങ്ങൾ അന്ധമായിട്ട് എതിർക്കുന്നില്ല, പകരം മറ്റേ ഡ്രാഫ്റ്റ് വരട്ടെ, ഡ്രാഫ്റ്റ് വന്നിട്ട് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു, OICG അങ്ങനെ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ശുദ്ധ അബദ്ധമാണ്. അല്ലേ നമ്മുടെ കമാൽ പാഷ സാർ ഒരിക്കൽ ഞാൻ NRC CA എതിർത്തപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. അതായത് മുസ്ലിം സമൂഹത്തിൽ ഞങ്ങൾ കുറച്ച് മോഡറേറ്റ് ആണെന്ന് പിച്ച് ചെയ്യാനും സ്വന്തമായി കുറച്ച് സെക്കുലർ ആണെന്ന് പറയാനും ആഗ്രഹിക്കുന്നവരാണ് യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം സാർ എന്നെ വിളിച്ചു പറഞ്ഞു, രാഹുലിന്റെ നിലപാടെല്ലാം നല്ലതാണ്, വളരെ പോസിറ്റീവാണ്, ഞാനൊക്കെ വളരെ പ്രോഗ്രസീവാണ്, യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, സാറേ ചെയ്യല്ലേ, അത് ഏറ്റവും വലിയ കാലകൂട വിഷമാണ് ഈ യൂണിഫോം സിവിൽ കോഡ്. പക്ഷെ ഇത് പലപ്പോഴും നമ്മുടെ ആൾക്കാർക്കറിയില്ല. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നം? അത് ആത്മാവിനെ കൊല്ലുന്ന പരിപാടിയാണ്, സ്വത്വത്തെ കൊല്ലുന്ന പരിപാടിയാണ്. നമ്മുടെ ഇടയിലെ ഡിഫറൻസുകളാണ് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ഇടയിലെ വൈവിധ്യമാണ് നമ്മുടെ ശക്തി. ഈ വൈവിധ്യത്തെ ഇല്ലാതാക്കുന്നത് ഒരു രാജ്യത്തെ ഇല്ലാതാക്കുന്നത് പോലെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഡൈവേഴ്സിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യണം, വ്യത്യസ്തതകളെ സെലിബ്രേറ്റ് ചെയ്യണം, ആ വ്യത്യസ്തതകളെ ഒരു നൂലിൽ ഒരുമിച്ച് കോർക്കണം. ഈ നൂല് പണിയുന്നതിന് പകരം നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് ഈ നൂലേ വേണ്ട, എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് എന്ന് പറയുന്നത്. ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ ശക്തി, ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ മനോഹാരിത. ഈ മഴവില്ലഴകാൻ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെയിൻബോയെ ഒറ്റ കളറാക്കാന്ന് പറയുന്ന പരിപാടിയാണ്. ഈ റെയിൻബോയെ നോക്കുക, ഈ ഒറ്റ കളറിന് ഭംഗിയില്ല. അതായത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മഴവില്ലിന്റെ ഭംഗിയെ ഒരൊറ്റ കളർ മതി, ഒറ്റ കളറുള്ള മഴവില്ല് വേണമെന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഇത് ഏറ്റവും എതിർത്തത് ഗുരുജി ഗോൾവൽക്കറാണ്.